ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കപ്പക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം കപ്പയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കപ്പ വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കപ്പ ഇവിടെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു വലിയ സവാള കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഇപ്പോൾ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കപ്പ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലോണം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തിള വരാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഇതേപോലെ കപ്പ ഒന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.